മോനെ, അലാവുദ്ദീനെ, വേദനിക്കുന്ന മോനെ? വല്ലാതെ വേദനിക്കുന്നമ്മ, സഹിക്കാൻ വയ്യ. ഓ, എന്ത് വേണാവോ? എന്റെ മോന്റെ കിടപ്പ് കണ്ടില്ലേ? അവനെ എങ്ങനെയെങ്കിലും സുഖമാക്കണം. ഉമ്മ, എനിക്ക് സുഖമായി. അതിന് നീ എന്തിനാ എങ്ങനെ കിടന്ന് തുള്ളിച്ചാടുന്നത്? മര്യാദയ്ക്ക് അവിടെ കിടന്ന് കുറച്ചുറങ്ങ. ഞാൻ കിടന്നോളാം, ഉമ്മ പൊയ്ക്കോളൂ. എന്നെ ശുശ്രൂഷിക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്താണ് ഉമ്മ? ഞാനിത് ഇവിടെ വെച്ച് മറന്നുപോയി മോനെ. ഇതെന്താ? രാജാവ് നിനക്ക് കൊടുത്തയച്ചതാ 1001 ദിനാർ. നീ എന്താ ഇതുവരെ ഉറങ്ങാതിരുന്നത്? അപ്സരസുകൾ വന്ന് ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. എന്താടാ ഈ പറയുന്നത്? അല്ല, അതൊന്നുമില്ല. ഈ വീട് നന്നായിണ്ട്, പക്ഷെ ഇത് അപ്സരസുകളുടെ വീട് പോലെ. ശരി ശരി ശരി, ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക. ഉമ്മയാണോ ഇതൊക്കെ പറയുന്നത്? ഞാൻ അറിയാതെ പറഞ്ഞുപോയി. ഹിംറാജ്, ഗുഹയിലെ അത്ഭുത വിളക്ക് എനിക്ക് കിട്ടിയില്ല. അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി നീ എന്നെ സഹായിക്കണം. നിന്നെ സഹായിക്കാൻ എനിക്ക് നിവർത്തിയില്ല. മോതിരം നീ നഷ്ടപ്പെടും. മേലാൻ എന്റെ സഹായം നീ തേടരുത്. കഴിച്ചിട്ട് കിടന്നുറങ്ങ. എനിക്കൊന്നും വേണ്ട ഉമ്മ. ഒന്നും കഴിക്കാതെ കിടക്കരുത് മോനെ, എന്തെങ്കിലും ഇത്തിരി. എനിക്ക് വിശക്കുന്നില്ല. ഉമ്മ പോയി കഴിച്ചിട്ട് കിടന്നോളൂ. പൊയ്ക്കോളൂ. ഷംറൽ അമീർ, എനിക്ക് രാജകുമാരിയെ നേരിട്ട് കാണണം, സംസാരിക്കാം. ഇത് വേണോ? അമീർ, എനിക്ക് രാജകുമാരി ഇഷ്ടമാണ്. അവളെ നേരിട്ട് കാണണം. ഇത് വലിയ കാര്യമാണോ? ഇങ്ങോട്ട് വിളിക്കട്ടെ? വേണ്ട വേണ്ട, മറ്റെവിടെങ്കിലും മതി. അലാവുദ്ദീൻ, റോഷ്നി,
എന്നെ ഇഷ്ടമാണ്. സൗഭാഗ്യവൻ ഈ അലാവുദ്ദീനിൻ സൗഭാഗ്യവനിയിൽ വിടർന്ന തേന്മലരെ മധു നിറഞ്ഞ മൃദുദളങ്ങളിൽ വന്ന വണ്ടാണു ഞാൻ പൊന്മലരെ മലരെ മലരെ അമീർ! ആലംബന, ക്ഷമിക്കണം. ഞാൻ രാജകുമാരിയെ കൊട്ടാരത്തിലെത്തിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് ആപത്താണ്. അപ്പൊ ഇതാണ് നിന്റെ പണി അല്ലേ? നിന്നെ ഞാൻ കാണിച്ചുതരാം. ആലംബന, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ കാര്യം ഉമ്മയോട് പറയേണ്ടി വരും. അല്ല എന്റെ അമീരെ, നമ്മൾ തമ്മിൽ എന്തിനാ വിരോധം? നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ പറ, അങ്ങനെ പറ. കുമാരി, കുമാരി എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കൊട്ടാരം മുഴുവൻ നോക്കി. കുമാരി കണ്ടില്ല. എന്താ കുമാരി? ഞാൻ ഒരാളെ കണ്ടു. ആര്? അലാവുദ്ദീനെ. അലാവുദ്ദീനെയോ? എപ്പോ? എവിടെ വെച്ച് കണ്ടു? എവിടെയോ? എന്നെ. കുമാരി പോയി കിടന്നുറങ്ങും. എന്തോ സുഖമില്ലെന്ന് തോന്നുന്നു. ഇല്ല ഗുൽനാർ, ഞാൻ അലാവുദ്ദീനെ കണ്ടു. ആ മാറിൽ മയങ്ങി വീണു. കുമാരി എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹം എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. ശരി, നമുക്ക് നാളെ തന്നെ അലാവുദ്ദീനെ നേരിൽ പോയി കാണാം. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടാക്കാം. ഇത് നമുക്ക് ചേരുവോ? പിന്നെ നല്ല പൊരുത്തമല്ലേ? നിങ്ങൾക്ക് ഏത് തരം തുണിയാ വേണ്ടത്? ഞാൻ തരാം. ഇവൻ ഇഷ്ടമുള്ള തുണി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അതാ ഇങ്ങോട്ട് വന്നത് അല്ലേ? അതെ. ശരി, ഒരു നിമിഷം. പിന്നെ ഈ തുണി ഇഷ്ടപ്പെട്ടോ? ആ, എന്നാൽ ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ തുണി തരാം. അളവെടുക്കട്ടെ?
2 ദിവസം കഴിഞ്ഞ് തരാം. ഇതിന് എത്ര ദിനാറാ? അതൊന്നും ഇപ്പൊ വേണ്ട, പിന്നെ വാങ്ങിച്ചോളാം. നിങ്ങൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അല്ലേ? അതെ. മോനെ അലാവുദ്ദീനെ, കട തുറക്കുന്നില്ലേ? നീ എന്തുവാടാ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്? എപ്പോ നോക്കിയാലും കട കച്ചവടം, അത് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ മറ്റൊന്നുമില്ലേ? സമയമായി, പോകുന്നില്ലെന്ന് ചോദിച്ചതാ. പോകുന്നില്ലെങ്കിൽ പോകണ്ട, അവിടെ ഇങ്ങനെ ഇരുന്നോ. നല്ല കച്ചവടം നടക്കുന്ന സമയമാ. ഉമ്മ, എന്താടാ പൊന്നുമോനെ നിനക്ക്? നല്ല കൈ. വേണ്ട വേണ്ട, കാര്യം എന്താണെന്ന് വെച്ചാ പറ. അത് പിന്നെ ഉമ്മ, അല്ലെങ്കിൽ വേണ്ട. അത് ഞാൻ പറഞ്ഞാ പിന്നെ ഉമ്മ പറയും നിങ്ങക്ക് അത്രയും പ്രായമായോ, നീ ചെറിയ ചെക്കനല്ലേ എന്നൊക്കെ. എന്തിനാ? ഇല്ലടാ മോനെ, എന്റെ മോന്റെ ഏതാഗ്രഹം ഉമ്മ സാധിച്ചു തരില്ലേ? തരുമല്ലോ. ആ, എന്നാ കൈയടിക്ക്, അലി പുറത്ത് കൈയടിക്ക്. ഉമ്മ തന്നെ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന കാണുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. അതുകൊണ്ട് ഉടനെ നിക്കാഹ് ചെയ്യാൻ തീരുമാനിച്ചു.